ഹായ് ഹലോ, നമ്മുടെ പുതിയ SCERT സീരീസുമായി ബന്ധപ്പെട്ട ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയ 10ാം ക്ലാസ്സിന്റെ പാഠപുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള മനുഷ്യ ശരീരത്തിലെ നാഡീവ്യവസ്ഥയെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കുന്നത്. ഹ്യൂമൻ നെർവസ് സിസ്റ്റം ഇനിയുള്ള എല്ലാ തരത്തിലുള്ള എക്സാമിനേഷനും പ്രയോജനം ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് നന്നായിട്ട് കണ്ട് കേട്ട് മനസ്സിലാക്കുക. നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ നാഡീ വ്യവസ്ഥയെക്കുറിച്ചാണ്, ഹ്യൂമൻ നെർവസ് സിസ്റ്റം. നമുക്കറിയാം, നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന നാഡീവ്യവസ്ഥയാണെന്ന് അറിയാം അല്ലെ. മുഖ്യ പങ്ക് വഹിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്, നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും അതുപോലെ തന്നെ ഏകോപിപ്പിക്കുന്നതിലുമൊക്കെ. നാഡീവ്യവസ്ഥയിൽ എന്തൊക്കെയോ ഉൾപ്പെടും, അത് അറിഞ്ഞിരിക്കണം. ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നതാണ് മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ, ഗ്രാഹികൾ. ഇവയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് നിന്നൊക്കെ കുറേയധികം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, പലപ്പോഴായിട്ട് വന്നിട്ടുമുണ്ട്, ഇനിയും വരും. അപ്പോൾ മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ, ഗ്രാഹികൾ തുടങ്ങിയ നാഡീവ്യവസ്ഥയിലെ ഭാഗങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന എന്താണ്? ഈ നാഡീവ്യവസ്ഥകളാണ്. അല്ലെ, നമുക്ക് ആദ്യം ന്യൂറോണുകൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ന്യൂറോൺസ് എന്താണെന്ന് നാഡീവ്യവസ്ഥയുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ് നാഡീകോശങ്ങൾ അഥവാ ന്യൂറോണുകൾ എന്നറിയപ്പെടുന്നത്. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങൾ നാഡീകോശങ്ങൾ അഥവാ ന്യൂറോണുകൾ എന്നറിയപ്പെടുന്നത്. ഈ നാഡീകോശങ്ങൾ അതല്ലെങ്കിൽ ന്യൂറോണുകൾ ഉദ്ദീപനങ്ങളെ എന്ത് ചെയ്യും? സ്വീകരിച്ച് ഉചിതമായിട്ടുള്ള സന്ദേശങ്ങൾ രൂപപ്പെടുത്താൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് അല്ലെ. ഉദ്ദീപനങ്ങളെ നമുക്കറിയാം, നമ്മുടെ കയ്യിൽ ചൂട് പറ്റിക്കഴിഞ്ഞാൽ ആ ഉദ്ദീപനത്തെ സ്വീകരിച്ച് നമ്മുടെ തലച്ചോറിലെത്തിച്ച് അതിനനുസരിച്ചിട്ട് സന്ദേശങ്ങളെ രൂപപ്പെടുത്താൻ കഴിവുണ്ടല്ലേ. അപ്പോൾ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്നത് ന്യൂറോണുകൾ അഥവാ നാഡീകോശങ്ങളാണ്. അങ്ങനെ അവയെ സ്വീകരിച്ച് സന്ദേശങ്ങൾ രൂപപ്പെടുത്താൻ കഴിവുള്ള സവിശേഷ കോശങ്ങളെയാണ് എന്ത് പറയുന്നത്? ന്യൂറോണുകൾ അഥവാ നാഡീകോശങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഒരു ന്യൂറോണിന്റെ ഘടന നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാം. ആ ന്യൂറോണിനകത്ത് കോശ ശരീരമുണ്ട്. ഏറ്റവും മിഡിലായിട്ട് ഒരു ബോളിന്റെ ആകൃതിയിലുള്ള ഐബോളിന്റെ ആകൃതിയിലുള്ള ഭാഗത്തായിട്ട്, അതിന്റെ പുറത്തായിട്ട് കോശ ശരീരം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഐബോൾ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതിന്റെ പുറത്തായിട്ട് കാണപ്പെടുന്ന കോശ ശരീരം, ഐബോളിന്റെ ആകൃതിയുടെ പുറത്തായിട്ട് കാണപ്പെടുന്ന കോശ ശരീരം. അതുപോലെ തന്നെ ഡെൻഡ്രൈറ്റ്, നീണ്ടു നിൽക്കുന്ന ആക്സോണൈറ്റും അതുപോലെ തന്നെ ഏറ്റവും എൻഡില് മുത്തുപോലെ കാണപ്പെടുന്ന സിനാപ്റ്റിക് നോബും ഉണ്ട്. അപ്പൊ കോശ ശരീരം ന്യൂറോണിനകത്ത് അടങ്ങിയിരിക്കുന്നതാണ്. കോശ ശരീരം, ഡെൻഡ്രൈറ്റ്, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. ഇത് ന്യൂറോണിന്റെ ഘടനയിൽപ്പെട്ടതാണ്. അപ്പോൾ ഓരോന്ന് എന്താണ് നമുക്ക് പഠിക്കാം. കോശ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ നാഡീകോശത്തിന്റെ കേന്ദ്രമാണ്. കോശ ശരീരം എന്ന് പറയുന്നത് ഈ കോശ ശരീരത്തിനാണ് എന്തൊക്കെ കാണപ്പെടുന്ന? കോശസ്തരവും കോശദ്രവ്യവും അതിൻ്റെ ന്യൂക്ലിയസും ഒക്കെ കാണപ്പെടുന്നത്. ആ ന്യൂക്ലിയസും കോശാംഗങ്ങളുമൊക്കെ എവിടെ കാണപ്പെടുന്നുണ്ട്? കോശ ശരീരത്തിനുള്ളിലാണ്. അപ്പൊ ഇത് കോശ ശരീരമാണ്. ഈ കോശ ശരീരത്തില് കോശസ്തരവുണ്ട്, കോശദ്രവ്യമുണ്ട്. കോശദ്രവ്യം അടങ്ങിയിരിക്കുന്ന ആ കോശദ്രവ്യത്തിന് ഏറ്റവും മിഡിലായിട്ട് ന്യൂക്ലിയസും കോശാംഗങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കാണപ്പെടുന്നു. അപ്പോൾ കോശ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന നേർത്ത തന്തുക്കളെയാണ് ഡെൻഡ്രോണുകൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, കോശ ശരീരത്തിൽ നിന്നാണ് നേർത്ത തന്തുക്കൾ പുറപ്പെടുന്നത്. ഇവയെ എന്ത് പറയും? ഇതൊക്കെ എന്താണ്? ഡെൻഡ്രോണുകളാണ്. ഇവയൊക്കെ എന്താണ്? ഡെൻഡ്രോണുകളാണ്. അവയൊക്കെ എന്താണ് അറിയപ്പെടുന്നത്? അപ്പൊ കോശ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന നേർത്ത തന്തുക്കളെയാണ് ഡെൻഡ്രോണുകൾ എന്ന് പറയുന്നത്. ഇവയുടെ ശാഖകളെയാണ്, ഈ ചെറിയ ചെറിയ ശാഖകൾ കാണുന്നത്, ശിഖരങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇവയൊക്കെ എന്ത് പറയും? ഡെൻഡ്രൈറ്റ് എന്നാണ് പറയുന്നത്. എന്താ പറയും? ഇവയൊക്കെ എന്താണ് പറയുന്നത്? ഡെൻഡ്രൈറ്റ് എന്നാണ് ഈ ശാഖകളെ പറയുന്നത്. അപ്പോൾ ഡെൻഡ്രോൺ എന്താണെന്ന് മനസ്സിലായി. കോശശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഡീകോശത്തിന്റെ കേന്ദ്ര ഭാഗമാണ് ഈ കോശ ശരീരത്തില് കോശസ്താരവും കോശദ്രവ്യവും ന്യൂക്ലിയസും കോശാംഗങ്ങളും ഉണ്ട്. കോശ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന നേർത്ത തന്തുക്കളാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഇവയൊക്കെ ഡെൻഡ്രോണുകളാണ്. അപ്പോൾ ആ ഡെൻഡ്രോണിന്റെ ഏറ്റവും
അറ്റത്ത് കാണപ്പെടുന്നത്, അതായത് ഡെൻഡ്രോണിൽ നിന്ന് ഡെൻഡ്രൈറ്റുകളിലേക്ക് പോകും. ഈ ശാഖകളാണ് എന്ത്? ഡെൻഡ്രൈറ്റുകൾ എന്ന് പറയുന്നത്. ഈ ശാഖകളെ എന്ത് പറയും? ഡെൻഡ്രൈറ്റ്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ പറ്റിയതാണ്. മറ്റ് നാഡീകോശങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ തൊട്ടടുത്ത നാഡീകോശങ്ങളിൽ നിന്നും ഡെൻഡ്രൈറ്റുകൾ സ്വീകരിക്കുന്ന സന്ദേശങ്ങൾ, ഈ ശാഖകളാണല്ലോ ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഈ ഡെൻഡ്രൈറ്റുകൾ സ്വീകരിക്കുന്ന സന്ദേശങ്ങൾ, ഇതൊരു കോശത്തിന്റെ അല്ലെങ്കിൽ കോശ ശരീരത്തിന്റെ അല്ലെങ്കിൽ ഒരു ന്യൂറോണിന്റെ ഘടനയാണ്. ഒരു ന്യൂറോണിന്റെ ഘടനയാണ് നമ്മൾ പഠിച്ചത്. എന്താണ്? ഒരു നാഡീകോശത്തിലെ അടിസ്ഥാന ഘടകമാണ്. ഒരു നാഡീകോശത്തിലെ അടിസ്ഥാന ഘടകമാണ് ഏതെന്ന് പറയുന്നത്? അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ഇത്. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ന്യൂറോണുകൾ അഥവാ നാഡീകോശം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? തൊട്ടടുത്ത് മറ്റ് നാഡീകോശങ്ങളിൽ നിന്നും ഡെൻഡ്രൈറ്റുകൾ സ്വീകരിക്കുന്ന സന്ദേശങ്ങൾ. ഡെൻഡ്രൈറ്റുകളാണ് തൊട്ടടുത്ത് കിടക്കുന്ന നാഡീകോശങ്ങളിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുകയും അവ ഡെൻഡ്രോണ് വഴി എവിടെ എത്തിക്കും? നാഡീകോശത്തിൽ എത്തിക്കുന്നത്. ഡെൻഡ്രോണ് വഴി നാഡീകോശത്തിൽ എത്തിക്കുന്നത്. അപ്പോൾ ഡെൻഡ്രൈറ്റുകളാണ് സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഉദ്ദീപനങ്ങൾ തൊട്ടടുത്തുള്ള നാഡീകോശങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ഡെൻഡ്രോൺ വഴി കോശ ശരീരത്തിനുള്ളിൽ എത്തിക്കുന്നത്. കോശ ശരീരത്തിലെ കോശസ്തരവും കോശദ്രവ്യത്തിന്റെ ന്യൂക്ലിയസും കോശാംഗങ്ങളും ഒക്കെ ഉണ്ടെന്നറിയാം. ഇനി ഇതുപോലെ തന്നെ കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് നമുക്ക് അറിയാം ആക്സോണുകൾ എന്ന് പറയുന്നത്. ആക്സോൺ കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. ഈ കോശ ശരീരത്തിൽ നിന്നുള്ള സന്ദേശങ്ങളെ വഹിക്കുന്നത് ഈ ആക്സോൺ ആണ്. ഈ ആക്സോൺ ആണ് ആക്സോണേറ്റിലേക്ക് എത്തിക്കുന്നത്. ആക്സോണിന്റെ ശാഖകളാണ് ഈ ആക്സോണേറ്റ് എന്ന് പറയുന്നത്. കോശ ശരീരത്തിലെ നീളം കൂടിയ തന്തുവായ ആക്സോണിന്റെ ശാഖകളാണ് ആക്സോണേറ്റ്. അതിന്റെ എൻഡിൽ ഏറ്റവും എൻഡിൽ കാണപ്പെടുന്ന മുത്തുപോലെയുള്ള അല്ലെങ്കിൽ മുഴകൾ പോലെയുള്ള ഭാഗമാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനാപ്റ്റിക് നോബിന്റെ തൊട്ടടുത്ത ഭാഗത്തായിട്ട് നാഡീകോശത്തിലേക്ക് രാസസന്ദേശങ്ങൾ കൈമാറുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളുണ്ട്. നാഡീകോശത്തിലേക്ക് രാസസന്ദേശങ്ങൾ കൈമാറുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ സ്ഥിതി ചെയ്യുന്നത് സിനാപ്റ്റിക് നോബിന്റെ തൊട്ടടുത്താണ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിന് ഉദാഹരണമാണ് അസറ്റൈൽ കൊളീൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ രാസസന്ദേശങ്ങൾ കൈമാറുന്നത് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ വഴിയാണ്. ഈ രാസസന്ദേശങ്ങൾ കൈമാറുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റർ വഴി. കോശരീരത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ ആക്സോണുകളിലൂടെ ആക്സോണേറ്റ് വഴി സിനാപ്റ്റിക് നോബിൽ എത്തുകയും ആ സിനാപ്റ്റിക് നോബിൽ എന്ന് പറഞ്ഞാൽ ആ മുഴ പോലെ അല്ലെങ്കിൽ മുത്തുപോലെ കാണപ്പെടുന്ന ഭാഗം, അതിന്റെ തൊട്ടടുത്തുള്ള നാഡീകോശത്തിലേക്ക് രാസസന്ദേശങ്ങൾ കൈമാറുന്നതിൽ എന്തടങ്ങിയിരിക്കുന്നു? ന്യൂറോ ട്രാൻസ്മിറ്റർ അടങ്ങിയിരിക്കുന്നു. ആ ന്യൂറോ ട്രാൻസ്മിറ്ററിന് ഉദാഹരണമാണ് അസറ്റൈൽ കൊളൈൻ. അത്രയൊക്കെയാണല്ലോ. ഇനി നമ്മൾ നോക്കുന്നത് നാഡീവ്യവസ്ഥയിലെ കോശങ്ങളാണ്. നാഡീവ്യവസ്ഥയിൽ 5 തരത്തിലുള്ള കോശങ്ങളുണ്ട്. ഇതിൽ ചിലതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പുതിയ പാഠപുസ്തകത്തിൽ ഇതെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് എക്സാമിനും ചോദിക്കാം. ഈ എപ്പൻഡൈമൽ കോശം, ഒളിഗോഡെൻഡ്രൈസൈറ്റ്, മൈക്രോഗ്ലിയൽ കോശം, ഷ്വാൻ കോശം നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, ആസ്ട്രോസൈറ്റ്, ഇവയെല്ലാം നാഡീവ്യവസ്ഥയിലെ കോശങ്ങളാണ്. എപ്പൻഡൈമൽ കോശം ചിത്രത്തിൽ കാണാം. ഒളിഗോഡെൻഡ്രോസൈറ്റ്, മൈക്രോഗ്ലിയൽ കോശം, ഷ്വാൻ കോശം, ആസ്ട്രോസൈറ്റ്, ഇവയെല്ലാം നാഡീവ്യവസ്ഥയിലെ കോശങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ന്യൂറോഗ്ലിയൽ കോശം. എന്താണ് ന്യൂറോഗ്ലിയൽ സെൽസ് എന്ന് അറിഞ്ഞിരിക്കണം. നമുക്കറിയാം മസ്തിഷ്കത്തിലും സുഷുമ്നയിലും പകുതിയിലധികം കോശങ്ങളാണുള്ളത്. ഇവയാണ് എന്ത് പറയുന്നത്? ന്യൂറോഗ്ലിയൽ സെൽസ് എന്ന് പറയുന്നത്. ന്യൂറോഗ്ലിയൽ കോശങ്ങൾ എന്ന് പറയുന്നത് മസ്തിഷ്കത്തിലും സുഷുമ്നയിലും കാണപ്പെടുന്ന പകുതിയിലധികം കോശങ്ങളാണ്. ഇവയ്ക്ക് വിഭജനശേഷിയുണ്ട്. ഇവയ്ക്ക് വിഭജിക്കാൻ കഴിയും ഈ കോശങ്ങൾക്ക്. അതുകൊണ്ട് ഈ ന്യൂറോഗ്ലിയൽ കോശങ്ങൾക്ക് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാനോ അതുപോലെ തന്നെ സന്ദേശങ്ങളോ കടത്തിവിടാനോ ഒന്നും കഴിയില്ല. മനസ്സിലായോ? വിഭജനശേഷിയുള്ളവയാണ് ന്യൂറോഗ്ലിയൽ കോശങ്ങൾ. ഇവയ്ക്ക് സന്ദേശങ്ങളെ സ്വീകരിക്കാനോ അതുപോലെ തന്നെ കടത്തിവിടാനോ ഒന്നും കഴിയില്ല. ഓക്കെ അല്ലേ? ഇവയാണ് എന്ത് പറയുന്നത്? ന്യൂറോഗ്ലിയൽ കോശങ്ങൾ എന്ന് പറയുന്നത്.
പ്രസ്താവനാ തരത്തിൽ ഉൾപ്പെടാം. ഓർത്തിരിക്കണം, ന്യൂറോഗ്ലിയൽ കോശങ്ങളുടെ ധർമ്മങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ന്യൂറോൺ കോശങ്ങളെ, അതായത് നാഡീകോശങ്ങളെ സംരക്ഷിക്കുകയും അവയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷണം എത്തിക്കുകയും ചെയ്യുന്നത് ന്യൂറോഗ്ലിയൽ കോശങ്ങളാണ്. നാഡീകോശങ്ങൾക്ക് ആവശ്യമായ പോഷണം എത്തിക്കുന്നു, അതുപോലെ തന്നെ അവയ്ക്ക് സംരക്ഷണം നൽകുന്നു, അതുപോലെ തന്നെ ഘടനാപരമായ പിന്തുണയും നൽകുന്നത് ആരാണ്? ഈ ന്യൂറോഗ്ലിയൽ കോശങ്ങളാണ്. നാഡീവ്യൂഹത്തിലെ പ്രത്യേകതരമായിട്ടുള്ള കോശങ്ങളാണിവ. നാഡീകോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണവും ഘടനാപരമായ പിന്തുണയും നാഡീകോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോഷണവും ഒക്കെ എത്തിക്കുന്നത് ന്യൂറോഗ്ലിയൽ കോശങ്ങളാണ്. അതുപോലെ തന്നെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതും ന്യൂറോഗ്ലിയൽ കോശങ്ങളാണ്. പ്രതിരോധ കോശങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ന്യൂറോഗ്ലിയൽ കോശങ്ങളെ ഗ്ലിയൽ കോശങ്ങൾ എന്നും ഗ്ലിയൽ സെൽസ് എന്നും പറയാറുണ്ട്. നാഡീവ്യവസ്ഥയുടെ പകുതിയിലധികം ഭാഗവും ഈ കോശങ്ങളാണ്, ന്യൂറോഗ്ലിയൽ കോശങ്ങളാണ് കൈയാളുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു, ഇവയ്ക്ക് ന്യൂറോണുകളെ പോലെ ഇലക്ട്രിക്കൽ ഇമ്പൾസസിനെ, വൈദ്യുത ആവേഗങ്ങളെ സ്വയം നിർമ്മിക്കാനോ കടത്തിവിടാനോ കഴിയില്ല. എന്നാൽ നാഡീവ്യൂഹത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് ന്യൂറോഗ്ലിയൽ കോശങ്ങൾ. ഒക്കെയാണല്ലോ. അപ്പോൾ നമ്മുടെ തലച്ചോറിലെയും സുഷുമ്നയിലെയും കാണപ്പെടുന്ന കോശങ്ങളിൽ പകുതിയിലേറെയും ന്യൂറോഗ്ലിയൽ കോശങ്ങളാണെന്ന് പറഞ്ഞു. അതിന് ഉദാഹരണങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ന്യൂറോഗ്ലിയൽ കോശങ്ങൾക്ക് ഉദാഹരണം മസ്തിഷ്കത്തിലും സുഷുമ്നയിലും കാണപ്പെടുന്ന ആസ്ട്രോസൈറ്റുകൾ കേട്ടിട്ടുണ്ടാവും. നക്ഷത്ര ആകൃതിയിലുള്ള നാഡീകോശങ്ങളാണ് ആസ്ട്രോസൈറ്റ്. ഇതാണ് ഈ ചിത്രത്തിൽ കാണുന്ന ആസ്ട്രോസൈറ്റ്. നമ്മൾ നാഡീവ്യവസ്ഥയിലെ കോശങ്ങൾ 5 ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു. അതിൽ നക്ഷത്രാകൃതിയിൽ കാണപ്പെടുന്ന നാഡീകോശങ്ങളാണ് ആസ്ട്രോസൈറ്റുകൾ. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോ ഈ നാഡീകോശങ്ങളാണ്, ആസ്ട്രോസൈറ്റ് എന്ന് പറയുന്ന നാഡീകോശങ്ങളാണ് മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നൽകുന്ന ഏത് ന്യൂറോഗ്ലിയൽ കോശം എന്ന് പറയുന്നത്. ഒക്കെയാണല്ലോ. ഇനി അതുപോലെ തന്നെ മസ്തിഷ്കത്തെ ദോഷകരമായ പദാർത്ഥങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ബ്ലഡ് ബ്രെയിൻ ബാരിയർ നിർമ്മിക്കാൻ, അതായത് രക്തമസ്തിഷ്ക തടസ്സം നിർമ്മിക്കാൻ സഹായിക്കുന്നത് ഏതാണ്? ഈ ആസ്ട്രോസൈറ്റുകൾ എന്ന് പറയുന്ന കോശങ്ങളാണ്. മസ്തിഷ്കത്തെ, എക്സാമിന് ചോദിക്കാം, മസ്തിഷ്കത്തെ ദോഷകരമായ പദാർത്ഥങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന രക്തമസ്തിഷ്ക തടസ്സം നിർമ്മിക്കാൻ, ബ്ലഡ് ബ്രെയിൻ ബാരിയർ നിർമ്മിക്കാൻ സഹായിക്കുന്നത് ആസ്ട്രോസൈറ്റ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഒലിഗോഡെൻഡ്രോസൈറ്റ്. ഈ ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് കേന്ദ്ര നാഡീവ്യൂഹത്തിലെ, നമ്മൾ കേന്ദ്ര നാഡീവ്യൂഹത്തിന്റെ ചിത്രവും ആക്സോണുകളെ കുറിച്ചൊക്കെ പഠിച്ചു. ഈ കേന്ദ്ര നാഡീവ്യൂഹത്തിലെ ആക്സോണുകൾക്ക് ചുറ്റും ഇൻസുലേഷൻ നൽകുന്ന ഒരു ഷീറ്റ് ഉണ്ട്. അതായത് മൈലിൻ ഷീത്ത് എന്ന് പറയും. ഈ മൈലിൻ ഷീത്ത് നിർമ്മിക്കുന്ന അത് ഇതാണ് ഒലിഗോഡെൻഡ്രോസൈറ്റ് ആണ്. അപ്പോൾ നമ്മുടെ കേന്ദ്ര നാഡീവ്യൂഹത്തിലെ ആക്സോണുകൾക്ക് ചുറ്റും ഇൻസുലേഷൻ നൽകുന്ന മൈലിൻ ഷീത്ത് നിർമ്മിക്കുന്ന കോശങ്ങളാണ് ഇത് ഒലിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്നത്. ഈ മൈലിൻ ഷീത്ത് നിർമ്മിക്കുന്നതിനോടൊപ്പം നാഡീ സന്ദേശങ്ങൾ വേഗത്തിൽ എത്തിക്കാൻ അല്ലെങ്കിൽ വേഗത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്ന നാഡീവ്യവസ്ഥയിലെ കോശം കൂടിയാണ് ഒലിഗോഡെൻഡ്രോസൈറ്റ്. ഒരിക്കൽ കൂടി, കേന്ദ്ര നാഡീവ്യൂഹത്തിലെ ആക്സോണുകൾക്ക് ചുറ്റും ഇൻസുലേഷൻ നൽകുന്ന മൈലിൻ ഷീത്ത് നിർമ്മിക്കുന്ന കോശങ്ങളാണ് ഒലിഗോഡെൻഡ്രോസൈറ്റ്. ഇവ എന്ത് ചെയ്യുന്നുണ്ട്? നാഡീ സന്ദേശങ്ങൾ വേഗത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നു. ഇനി അടുത്തത് മൈക്രോഗ്ലിയൻ കോശം, മൈക്രോഗ്ലിയൽ സെല്ലാണ്. ഇവ എന്ത് ചെയ്യുന്നുണ്ട്? നാഡീവ്യവസ്ഥയിലെ പ്രതിരോധ കോശങ്ങളാണ്. എക്സാമിന് ചോദിക്കാം, നാഡീവ്യവസ്ഥയിലെ പ്രതിരോധ കോശം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? മൈക്രോഗ്ലിയൽ കോശമാണ്. മൈക്രോഗ്ലിയൽ കോശമാണ്. തലച്ചോറിലെ കേടുവരുന്ന കോശങ്ങളെയും ബാക്ടീരിയകളെയും മറ്റ് അന്യവസ്തുക്കളെയും നശിപ്പിച്ച് കളയുന്ന കോശം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോഗ്ലിയൽ കോശമാണ് നമ്മുടെ നാഡീവ്യവസ്ഥയിലെ
മസ്തിഷ്കത്തിൽ കാണപ്പെടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോശമാണ് മൈക്രോഗ്ലിയൽ കോശം. ഇവ നാഡീവ്യവസ്ഥയിലെ പ്രതിരോധ കോശങ്ങളാണ്. തലച്ചോറിലെ കേടുവരുന്ന കോശങ്ങളെയും ബാക്ടീരിയകളെയും മറ്റ് അന്യവസ്തുക്കളെയും നശിപ്പിച്ചു കളയുന്ന കോശമാണ് മൈക്രോഗ്ലിയൽ കോശം. അപ്പോൾ ആസ്ട്രോസൈറ്റ് എന്താണെന്ന് മനസ്സിലായി, ഒളിഗോഡെൻഡ്രൈറ്റ് എന്താണെന്ന് മനസ്സിലായി, മൈക്രോഗ്ലിയൽ കോശം എന്താണെന്ന് മനസ്സിലായി. ഇനി അടുത്തതാണ് എപ്പൻഡൈമൽ കോശം എന്ന് പറയുന്നത്. എപ്പൻഡൈമൽ സെൽസ് നമ്മുടെ തലച്ചോറിലെയും സുഷിമ്നയിലെയും അറകൾക്കുള്ളിലെ ലൈനിങ് രൂപപ്പെടുത്തുന്ന കോശങ്ങളാണ് എപ്പൻഡൈമൽ കോശം എന്ന് പറയുന്നത്. നമുക്കറിയാം മസ്തിഷ്കത്തിലെ സുഷിമ്നാദ്രവം സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് കേട്ടിട്ടില്ലേ? അപ്പോൾ മസ്തിഷ്ക സുഷിമ്നാദ്രവം സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉത്പാദിപ്പിക്കുന്നതിലും ചലിപ്പിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്ന നാഡീവ്യവസ്ഥയിലെ കോശം ഏതെന്ന് ചോദിച്ചാൽ എഴുതണം എപ്പൻഡൈമൽ കോശമാണ്. അപ്പൊ എപ്പൻഡൈമൽ കോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിലെയും സുഷിമ്നയിലെയും അറകൾക്കുള്ളിലെ ലൈനിങ് രൂപപ്പെടുത്തുന്ന കോശങ്ങളാണ് എപ്പൻഡൈമൽ കോശം. മസ്തിഷ്ക സുഷിമ്നാദ്രവം അതായത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉത്പാദിപ്പിക്കുന്നതിലും ചലിപ്പിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നത് എപ്പൻഡൈമൽ കോശമാണ്. അടുത്തത് നമുക്ക് പെരിഫറൽ നാഡീവ്യൂഹത്തിലെ ഒരു കോശമാണ് ഷ്വാൻ കോശം എന്ന് പറയുന്നത്. ഓക്കെ, പെരിഫറൽ നാഡീവ്യൂഹത്തിലെ കേന്ദ്ര നാഡീവ്യൂഹത്തിലെ കോശങ്ങളാണ് എപ്പൻഡൈമൽ കോശവും ഒളിഗോഡെൻഡ്രൈസൈറ്റും അതുപോലെ തന്നെ മൈക്രോഗ്ലിയൽ കോശവും ആസ്ട്രോസൈറ്റും ഒക്കെ നമ്മൾ പഠിച്ചത്. എന്നാൽ പെരിഫറൽ നാഡീവ്യൂഹത്തിലെ കോശമാണ് എക്സാമിന് അങ്ങനെയും ചോദിച്ചിട്ടുണ്ട് ഷ്വാൻ കോശങ്ങളും അതുപോലെ തന്നെ സാറ്റലൈറ്റ് കോശങ്ങളും. പെരിഫറൽ നാഡീവ്യൂഹത്തിലെ ആക്സോണുകൾക്ക് മുകളിൽ മൈലിൻ ഷീറ്റ് നിർമ്മിക്കുന്ന കോശങ്ങൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷ്വാൻ കോശം എന്നേ എഴുതാവൂ. അതല്ലാതെ നമ്മള് കേന്ദ്ര നാഡീവ്യൂഹത്തിലെ ആക്സോണുകൾക്ക് ചുറ്റും ഇൻസുലേഷൻ ഷീറ്റ് ആയ മൈലിൻ ഷീറ്റ് നിർമ്മിക്കുന്നത് ഒലിഗോഡെൻഡ്രോസൈറ്റ് ആണ്. പെരിഫറൽ ആണെങ്കിൽ ഷ്വാൻ കോശമാണ്, തിരിഞ്ഞു പോകരുത്. ഓക്കെ അല്ലേ? പെരിഫറൽ നാഡീവ്യൂഹത്തിലെ ആക്സോണുകൾക്ക് മുകളിൽ മൈലിൻ ഷീറ്റ് നിർമ്മിക്കുന്ന കോശങ്ങളെയാണ് ഷ്വാൻ കോശം എന്നറിയുന്നത്. ഇവ നാഡികളുടെ പുനരുജ്ജീവനത്തിനും സഹായിക്കുന്നുണ്ട്. ഏത്? ഷ്വാൻ കോശങ്ങൾ എന്ന് പെരിഫറൽ നാഡീവ്യൂഹത്തിൽ കാണപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ സാറ്റലൈറ്റ് കോശങ്ങളുണ്ട്. നാഡീകോശ കൂട്ടങ്ങളെ അതായത് നാഡീകോശ കൂട്ടങ്ങളെ ഗാംഗ്ലിയ എന്ന് പറയാറുണ്ട്. ഈ ഗാംഗ്ലിയയെ കോശശരീരത്തിന് ചുറ്റും കാണപ്പെടുന്ന ന്യൂറോണുകൾക്ക് സംരക്ഷണവും പോഷകങ്ങളും നൽകുകയും രാസപരിസ്ഥിതി നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്നത് സാറ്റലൈറ്റ് കോശങ്ങളാണ്. ഒരിക്കൽ കൂടി, നാഡീകോശങ്ങളുടെ കോശശരീരത്തിന് ചുറ്റും കാണപ്പെടുന്നവയാണ് ഏത്? നാഡീകോശങ്ങളുടെ അല്ലെങ്കിൽ ഗാംഗ്ലിയയുടെ കോശശരീരത്തിന് ചുറ്റും കാണപ്പെടുന്നവയാണ് സാറ്റലൈറ്റ് കോശങ്ങള്. ഇവ എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂറോണുകൾക്ക് സംരക്ഷണവും പോഷകങ്ങളും നൽകുകയും രാസപരിസ്ഥിതി നിയന്ത്രിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരിക്കൽ കൂടി ഇവയെല്ലാം ഒന്ന് മനസ്സിലാക്കിയാലോ? കേന്ദ്ര നാഡീവ്യൂഹത്തിലെ കോശങ്ങളാണ് നമുക്കറിയാം തലച്ചോറിലും സുഷിമ്നയിലും അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയും. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ കാണപ്പെടുന്ന പ്രധാന ഗ്ലിയൽ കോശങ്ങളാണ് ഏതൊക്കെ? നാഡീവ്യവസ്ഥയിലെ കോശങ്ങളാണ് എപ്പൻഡൈമൽ കോശവും ഒളിഗോഡെൻഡ്രോസൈറ്റും മൈക്രോഗ്ലിയൽ കോശവും ആസ്ട്രോസൈറ്റും. അതിലെ ആസ്ട്രോസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്ര ആകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇവ നാഡീകോശങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്നുണ്ട്. ആസ്ട്രോസൈറ്റ് മസ്തിഷ്കത്തെ ദോഷകരമായ പദാർത്ഥങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ബ്ലഡ് ബ്രെയിൻ ബാരിയർ നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്നു. ഒളിഗോഡെൻഡ്രോസൈറ്റുകളുടെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്നത് കേന്ദ്ര നാഡീവ്യൂഹത്തിലെ നമുക്കറിയാം ആക്സോണുകൾക്ക് ചുറ്റും ഇൻസുലേഷൻ നൽകുന്ന ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മൈലിൻ ഷീത്ത് നിർമ്മിക്കുന്ന കോശങ്ങൾ ഒളിഗോഡെൻഡ്രോസൈറ്റ് ആണ്. ഈ ഒളിഗോഡെൻഡ്രോസൈറ്റ് ആണ് നാഡീ സന്ദേശങ്ങൾ വേഗത്തിൽ സഞ്ചരിക്കാനായിട്ട് സഹായിക്കുന്നത്. ഇനി അതുപോലെ തന്നെ മൈക്രോഗ്ലിയൽ കോശം എന്ന് പറയുന്നത് നാഡീവ്യവസ്ഥയിലെ കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ പ്രതിരോധ കോശമാണ് മൈക്രോഗ്ലിയൽ കോശം എന്ന് പറയുന്നത്. തലച്ചോറിലെ മൈക്രോ എന്ന് ഓർത്തിരുന്നാൽ മതി. കേടുവരുന്ന കോശങ്ങളെയും ബാക്ടീരിയകളെയും മറ്റ് അന്യവസ്തുക്കളെയും നശിപ്പിക്കുന്നത് ഈ മൈക്രോഗ്ലിയൽ കോശമാണ്. അതുപോലെ തന്നെ എപ്പൻഡൈമൽ കോശങ്ങൾ തലച്ചോറിലെയും സുഷിമ്നയിലെയും അറകൾക്കുള്ളിൽ ലൈനിങ് രൂപപ്പെടുത്തുന്ന
കോശങ്ങൾ ഏതാണ്? എപ്പൻഡൈമൽ കോശമാണ്. മസ്തിഷ്ക സുഷിമ്നാദ്രവം അതായത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് CSF ഉത്പാദിപ്പിക്കുന്നതിലും ചലിപ്പിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്ന കേന്ദ്രനാഡീവ്യൂഹത്തിലെ കോശമാണ് ഇത് എപ്പൻഡൈമൽ സെൽ എന്ന് പറയുന്നത്. ഇനി പെരിഫറൽ നാഡീവ്യൂഹത്തിലെ കോശങ്ങളാണ് ഷാൻ കോശങ്ങളും സാറ്റലൈറ്റ് കോശങ്ങളും. പെരിഫറൽ നാഡീവ്യൂഹത്തിലെ മറ്റേത് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് സെൻട്രൽ നാഡീവ്യൂഹത്തിലെ കേന്ദ്ര നാഡീവ്യൂഹത്തിലാണ്. ഓക്കെ, അപ്പോൾ ഷാൻ കോശങ്ങളില് പെരിഫറൽ നാഡീവ്യൂഹത്തിലെ ആക്സോണുകൾക്ക് മുകളിൽ മൈലിൻ ഷീത്ത് നിർമ്മിക്കുന്ന കോശങ്ങളാണ് ഷാൻ കോശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാഡികളുടെ പുനരുജ്ജീവനത്തിന് സഹായിക്കുന്ന കോശവും ഷാൻ കോശമാണ്, ചോദിച്ചിട്ടുണ്ട്. അതേപോലെ സാറ്റലൈറ്റ് കോശങ്ങളുണ്ട്. നാഡീകോശങ്ങളുടെ കോശ ശരീരത്തിന് ചുറ്റും കാണപ്പെടുന്നവയാണ് സാറ്റലൈറ്റ് കോശങ്ങൾ. ഇവ ന്യൂറോണുകൾക്ക് സംരക്ഷണവും പോഷകങ്ങളും നൽകി രാസപരിസ്ഥിതിയെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ മനസ്സിലായല്ലോ നാഡീവ്യവസ്ഥയിലെ കോശങ്ങൾ. അതുപോലെ തന്നെ ന്യൂറോഗ്ലിയൽ കോശങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ എക്സാമിന് ഇതൊക്കെ ചോദിക്കാം. ഇനി മൈലിൻ ഷീത്ത് നിർമ്മിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ആ മൈലിൻ ഷീത്താണിത്, കണ്ടില്ലേ? ഈ മൈലിൻ ഷീത്ത് സെൻട്രൽ നാഡീവ്യവസ്ഥയിലെ ആക്സോണുകൾക്ക് മുകളിൽ നിർമ്മിക്കുന്നത് ആരാണെന്ന് പറഞ്ഞ് ഒരു ഇൻസുലേഷൻ ആയിട്ടാണ്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. സെൻട്രൽ ആവുമ്പോൾ ഒളിഗോഡെൻഡ്രോസൈറ്റും പെരിഫറൽ ആവുമ്പോൾ ഷാൻ കോശവും എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് ഈ മൈലിൻ ഷീത്ത് എന്താണെന്ന് ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കാം. അല്ലെ, എന്താണ് ഈ മൈലിൻ ഷീത്ത്? ഇവിടെ മൈലിൻ ഷീത്തിലെ ചിത്രം നിങ്ങൾക്ക് കാണാനായിട്ട് സാധ്യമാകും. ഓർത്തിരിക്കണം, മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഡീകോശങ്ങളുടെ നീളം കൂടിയ ഭാഗമാണ് ആക്സോൺ എന്ന് അറിയാം നിങ്ങൾക്ക്. ഈ ആക്സോണുകൾക്ക് ചുറ്റും കാണപ്പെടുന്ന ഒരു കൊഴുപ്പടങ്ങിയ സംരക്ഷണ പാളിയാണ് എന്ത് പറയുന്നത്? മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. വൈദ്യുത കമ്പികൾക്ക് ചുറ്റുമുള്ള പ്ലാസ്റ്റിക് ഇൻസുലേഷൻ സമാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ്, ആക്സോണുകൾക്ക് മുകളിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് ഇത് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. അതിന് സമാനമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ചില ന്യൂറോണുകളിൽ ആക്സോണിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഒരു ആവരണമാണ്, കൊഴുപ്പ് നിറഞ്ഞ വെളുപ്പ് നിറമുള്ള ആവരണം, തിളക്കമുള്ള ആവരണമാണ് ഇത് മൈലിൻ ഷീറ്റ്. ഒരു ഇൻസുലേറ്ററായി പ്രവർത്തിച്ച് ഇവ എന്ത് ചെയ്യുന്നുണ്ട്? സന്ദേശങ്ങളുടെ പ്രസരണ വേഗത വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ നാഡീകോശത്തിന് പോഷണം ലഭ്യമാക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക തുടങ്ങിയവയൊക്കെ മൈലിൻ ഷീറ്റിന്റെ മുഖ്യ ധർമ്മമാണ്. അപ്പോൾ നാഡീവ്യവസ്ഥയുടെ കൃത്യമായ പ്രവർത്തനത്തിന് മൈലിൻ ഷീറ്റ് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകമാണ്. അപ്പോൾ ഇവയുടെ പ്രധാന ധർമ്മങ്ങൾ എന്ന് പറയുന്നത് വേഗതയേറിയ സന്ദേശ വിനിമയം. നാഡീ സന്ദേശങ്ങൾ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആക്സോണിലൂടെ വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നത് ആക്സോണിന് മുകളിൽ പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്ന ഈ മൈലിൻ ഷീത്താണ്. മൈലിൻ ഷീറ്റുകളുടെ ചെറിയ ഇടവേളകളിലെ സന്ദേശങ്ങൾ ചാടിയാണ്. കാരണം നോട്ട്സ് കാണാം, ഈ നോട്ട്സിനിടയ്ക്ക് സന്ദേശങ്ങൾ ചാടിയാണ് പോകുന്നത് അല്ലേ? നോട്ട്സ് കാണുന്നില്ലേ? സന്ദേശങ്ങൾ ഈ മൈലിൻ ഷീറ്റുകൾ ചാടിയാണ് പോകുന്നത്. അതുപോലെ വൈദ്യുത ഇൻസുലേഷൻ ആയിട്ട് നൽകുന്നു. നാഡീകോശങ്ങൾക്ക് പുറത്തേക്ക് ചോർന്നു പോകാതെ നാഡീ സന്ദേശങ്ങൾ പുറത്തേക്ക് ചോർന്നു പോകാതെ ആക്സോണിനുള്ളിൽ തന്നെ നിർത്തുന്നത് ഈ മൈലിൻ ഷീത്താണ്. അതുപോലെ തന്നെ നാഡീകോശങ്ങൾക്ക് പോഷണം ലഭ്യമാക്കുന്നതും നാഡീകോശങ്ങളെ ബാഹ്യക്ഷതത്തിൽ നിന്ന് നാഡീകോശങ്ങൾ അതായത് ആക്സോണിനെ സംരക്ഷിക്കുന്നതും മൈലിൻ ഷീത്താണ്. നമുക്കറിയാം, മസ്തിഷ്കത്തിലും സുഷിമ്നയിലും മൈലിൻ ഷീറ്റിനെ നിർമ്മിക്കുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഒളിഗോഡെൻഡ്രോസൈറ്റുകളാണ്, അതായത് സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തില്, കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ. എന്നാൽ നാഡികളിൽ മൈലിൻ ഷീറ്റിനെ, പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ മൈലിൻ ഷീറ്റിനെ നിർമ്മിക്കുന്നത് ഷാൻ കോശങ്ങളുമാണെന്ന് നമ്മൾ പഠിച്ചു. മൈലിൻ ഷീറ്റ് നിർമ്മിക്കുന്ന കോശങ്ങൾ ഷാൻ കോശങ്ങളും ഒളിഗോഡെൻഡ്രോസൈറ്റുകളാണ്. മറന്നു പോകരുത്. നാഡീവ്യൂഹത്തിന്റെ ഭാഗത്തെ അടിസ്ഥാനമാക്കി 2 തരം ന്യൂറോഗ്ലിയൽ കോശങ്ങളാണ് മൈലിൻ ഷീറ്റ് നിർമ്മിക്കുന്നത്. ഒന്ന് ഷാൻ കോശങ്ങൾ നിർമ്മിക്കുന്നത് തലച്ചോറിനും സുഷിമ്നയ്ക്കും പുറത്തുള്ള പെരിഫറൽ നാഡീവ്യൂഹത്തിൽ ഇവ മൈലിൻ ഷീറ്റ് നിർമ്മിക്കുന്നു. ഒലിഗോഡെൻഡ്രോസൈറ്റുകൾ എന്താണ് ചെയ്യുന്നത്? മസ്തിഷ്കത്തിലും സുഷിമ്നയിലെയും കേന്ദ്ര നാഡീവ്യൂഹത്തിലെ, തലച്ചോറിലും സുഷിമ്നയ്ക്കും പുറത്തുള്ള പെരിഫറൽ നാഡീവ്യൂഹത്തിലെ ഷാൻ കോശങ്ങളാണ് മൈലിൻ ഷീറ്റ് നിർമ്മിക്കുന്നത്. ഒലിഗോഡെൻഡ്രോസൈറ്റുകൾ മസ്തിഷ്കത്തിലും സുഷിമ്നയിലുമുള്ള കേന്ദ്ര നാഡീവ്യൂഹത്തില് മൈലിൻ ഷീറ്റ് നിർമ്മിക്കുന്നു. ഇനി നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ.
മൈലിൻ ഷീറ്റിന് കേടുപാടുകൾ സംഭവിച്ചാൽ എന്ത് പറ്റും? അതിനൊരു പേരറിയപ്പെടും, ഡീമൈലിനേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഡീമൈലിനേഷൻ. മൈലിൻ ഷീറ്റിന് തേയ്മാനമോ നാശമോ സംഭവിച്ചാൽ നമുക്കറിയാം നാഡീ സന്ദേശങ്ങളുടെ വേഗത കുറയുകയോ അവ തടസ്സപ്പെടുകയൊക്കെ ചെയ്യും. നാഡീ സന്ദേശങ്ങളെ പെട്ടെന്ന് കൊണ്ടുപോകുന്നത് ആരാണ്? ഈ മൈലിൻ ഷീത്ത് ഉള്ളത് കൊണ്ടാണ് ആക്സോൺ വഴി പോകുന്നത്. അപ്പോൾ ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക്, ഈ ഡീമൈലിനേഷൻ, മൈലിൻ ഷീറ്റിന് തേയ്മാനമോ നാശമോ സംഭവിച്ചാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അത് ഏതൊക്കെയാണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കണം. ഒന്ന് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, രണ്ടാമത്തത് ഗില്ലൻ ബാരെ സിൻഡ്രോം. എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണിത്. അപ്പൊ ഇതൊക്കെ എന്താണെന്ന് അറിയണം. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസും ഇതൊക്കെ SCRT പാഠഭാഗവും കൂടിയാണ്. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസും ഗില്ലൻ ബാരെ സിൻഡ്രോമും. ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം കേന്ദ്ര നാഡീവ്യൂഹത്തിലെ മൈലിൻ ഷീറ്റിനെ അബദ്ധമായി ആക്രമിച്ച് നശിപ്പിക്കുന്ന രോഗമാണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം എന്ത് ചെയ്യും? കേന്ദ്ര നാഡീവ്യൂഹത്തിലെ മൈലിൻ ഷീറ്റിനെ എന്ത് ചെയ്യും? അബദ്ധത്തില് ആക്രമിച്ച് നശിപ്പിക്കും. ഈ നശിപ്പിക്കുന്ന രോഗമാണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. ഇതിന്റെ പ്രത്യേകതകള് കാഴ്ചശക്തി കുറയും, പേശികളുടെ ബലഹീനതയുണ്ടാവും, ചലന വൈകല്യം എന്നിവയ്ക്ക് കാരണമാകുന്നതാണ് ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്ന രോഗാവസ്ഥ. ഇനി അടുത്തത് ഗില്ലൻ ബാരെ സിൻഡ്രോം. പെരിഫറൽ നാഡീവ്യൂഹത്തിലെ, നമ്മുടെ കേന്ദ്ര നാഡീവ്യൂഹത്തിലാണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. മസ്തിഷ്കത്തിലെ സുഷുമ്നയിലെ കാര്യമൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. തലച്ചോറിലും സുഷുമ്നയിലും വരുമ്പോഴേ പെരിഫറൽ ആണ് അല്ലേ? അതായത് പെരിഫറൽ നാഡീവ്യൂഹത്തിലെ മൈലിൻ ഷീറ്റിനെ പ്രതിരോധ സംവിധാനം ആക്രമിക്കുന്ന അവസ്ഥയാണ് ഗില്ലൻ ബാരെ സിൻഡ്രോം. പെരിഫറൽ നാഡീവ്യൂഹത്തിലെ മൈലിൻ ഷീറ്റിനെ ആരാക്രമിക്കുന്നു? പ്രതിരോധ സംവിധാനം ആക്രമിക്കുന്ന അവസ്ഥയാണ് ഗില്ലൻ ബാരെ സിൻഡ്രോം. ഇതൊക്കെയാണ്, ഈ ഗില്ലൻ ബാരെ സിൻഡ്രോമാണ് താത്കാലിക തളർവാദത്തിനൊക്കെ കാരണമായി തീരുന്നത്. താത്കാലിക തളർവാദത്തിന് കാരണമായി തീരുന്ന ഗില്ലൻ ബാരെ സിൻഡ്രോമാണ്. അത് പെരിഫറൽ നാഡീവ്യൂഹത്തിലെ മൈലിൻ ഷീറ്റിനെ പ്രതിരോധ സംവിധാനം ആക്രമിക്കുമ്പോഴുണ്ടാകുന്നതാണ് ഗില്ലൻ ബാരെ സിൻഡ്രോം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ നാഡീവ്യവസ്ഥയെക്കുറിച്ചാണ് കുറച്ച് വിവരങ്ങളാണ് പഠിച്ചത്. ഒരുപാട് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കൺഫ്യൂഷനാവും. ഇത് നന്നായിട്ട് കേട്ട് മനസ്സിലാക്കുക. ഇതിന്റെ കണ്ടിന്യൂസ് ക്ലാസ് ഉണ്ടാവും. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കായി ചാനൽ പങ്കുവയ്ക്കാൻ വിട്ടുപോകരുത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ, ടേക്ക് കെയർ.